നമസ്കാരം സുഹൃത്തുക്കളെ, കേരള നവോത്ഥാന നായകരെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള വീഡിയോയ്ക്ക് നിങ്ങൾ നൽകിയ വമ്പിച്ച പിന്തുണയ്ക്ക് നന്ദി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അധാസ്ഥിതരുടെ ഉന്നമനത്തിനായി പോരാടിയ പുലയരാജാവ് മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ചുള്ള PSC ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. അയ്യങ്കാളി ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ. ചോദ്യം 2. അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം മഹാത്മാഗാന്ധിജി. ചോദ്യം 3. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം രൂപീകരിച്ച വർഷം ഏത്? ഉത്തരം 1907. ചോദ്യം 4. അയ്യങ്കാളി നടത്തിയ പ്രശസ്തമായ സമരങ്ങളിലൊന്നായ വില്ലുവണ്ടി സമരം എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം പൊതുനിരത്തിൽ സഞ്ചരിക്കാനുള്ള അവകാശത്തിനു വേണ്ടി. ചോദ്യം 5. കല്ലുമാല സമരം പെരിനാട് ലഹള നടന്ന വർഷം? ഉത്തരം 1915. ചോദ്യം 6. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം ഏത്? ഉത്തരം സാധുജന പരിപരിപാലിനി. ചോദ്യം 7. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യത്തെ അധസ്ഥിത വർഗ്ഗക്കാരൻ ആരാണ്? ഉത്തരം അയ്യങ്കാളി. ചോദ്യം 8. അയ്യങ്കാളിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം N. കുമാരൻ. ചോദ്യം 9. തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന അയ്യങ്കാളിയുടെ പ്രതിമയുടെ ശില്പി ആരാണ്? ഉത്തരം എസ്ര. ചോദ്യം 10. അയ്യങ്കാളി അന്തരിച്ച വർഷം ഏത്? ഉത്തരം 1941 ജൂൺ 18. ചോദ്യം 11. അയ്യങ്കാളിയെ പുലയരാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എവിടെ വെച്ചാണ്? ഉത്തരം 1937 വർക്കല സന്ദർശന വേളയിൽ. ചോദ്യം 12. അയ്യങ്കാളി സ്കൂൾ പ്രവേശനത്തിനായി സമരം നടത്തിയ സ്ഥലം ഏത്? ഉത്തരം വെങ്ങാനൂർ. ചോദ്യം 13. സാധുജന പരിപാലന സംഘത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഉത്തരം പെരിനാട്, കൊല്ലം. ചോദ്യം 14. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ചുകൊണ്ട് സാധുജന പരിപരിപാലിനി എന്ന പത്രം തുടങ്ങിയത് ആരാണ്? ഉത്തരം പൊയ്കയിൽ കുമാരഗുരുദേവൻ, പൊയ്കയിൽ അപ്പച്ചൻ. ചോദ്യം 15. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി എത്ര വർഷം അംഗമായിരുന്നു? ഉത്തരം 28 വർഷം, 1913 മുതൽ 1941 വരെ. ചോദ്യം 16. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം പൊതുവഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം നേടിയെടുക്കുക. ചോദ്യം 17. അയ്യങ്കാളിയുടെ സ്മരണയ്ക്കായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏത്? ഉത്തരം അയ്യങ്കാളി അവാർഡ്. ഈ വീഡിയോ മുഴുവനായി കാണാൻ മറക്കരുത്. PSC പരീക്ഷയ്ക്ക് തീർച്ചയായും ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അവസാനം ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചോദ്യം 18. തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഹാളിൽ മുൻപ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ ആരുടെ പ്രതിമയാണ് അനാച്ഛാദനം ചെയ്തിരിക്കുന്നത്? ഉത്തരം അയ്യങ്കാളി. ചോദ്യം 19. അയ്യങ്കാളിക്ക് വില്ലുവണ്ടി യാത്രയ്ക്കിടെ അക്രമം നേരിടേണ്ടി വന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ബാലരാമപുരം. ചോദ്യം 20. അധസ്ഥിതരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാൻ അയ്യങ്കാളി പ്രോത്സാഹിപ്പിച്ച പ്രധാന കവിതാ ഗാനം ഏത്? ഉത്തരം സാധുജന പരിപാലന ഗീതം. ചോദ്യം 21. സാധുജന പരിപാലന സംഘം പിന്നീട് അറിയപ്പെട്ട പേര് എന്ത്? ഉത്തരം പുലയർ മഹാജനസഭ. ചോദ്യം 22. അയ്യങ്കാളിക്ക് വില്ലുവണ്ടി യാത്രയ്ക്ക് പിന്തുണ നൽകിയ പ്രമുഖ വ്യക്തി ആര്? ഉത്തരം അയ്യത്താൻ ഗോപാലൻ. ചോദ്യം 23. അയ്യങ്കാളി ഗാന്ധിജിയെ ആദ്യമായി നേരിൽ കണ്ടത് ഏത് വർഷമാണ്? ഉത്തരം 1934 തിരുവനന്തപുരത്ത് വെച്ച്. ചോദ്യം 24. അയ്യങ്കാളിയുടെ നിർദ്ദേശപ്രകാരം കല്ലുമാല ഉപേക്ഷിച്ച സ്ത്രീകൾ അത് എവിടെയാണ് ഉപേക്ഷിച്ചത്? ഉത്തരം പെരിനാട്, കൊല്ലം. ചോദ്യം 25. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹത്തെ ദളിത് മിത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം അയ്യത്താൻ ഗോപാലൻ. ചോദ്യം 26. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പെരിനാട് ലഹളയുടെ മറ്റൊരു പേര് എന്ത്? ഉത്തരം കല്ലുമാല സമരം. ചോദ്യം 27. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്തായിരുന്നു? ഉത്തരം അധസ്ഥിതർക്ക് വിദ്യാഭ്യാസം നൽകുക. ചോദ്യം 28. അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ ജീവചരിത്ര ഗ്രന്ഥം ഏതാണ്? ഉത്തരം മഹാത്മാ അയ്യങ്കാളി, രചയിതാവ് P.K. ചാത്തൻ മാസ്റ്റർ. ചോദ്യം 29. അയ്യങ്കാളി ജയന്തി ആഘോഷിക്കപ്പെടുന്നത് ഏത് തീയതിയിലാണ്? ഉത്തരം ഓഗസ്റ്റ് 28, അദ്ദേഹത്തിന്റെ ജന്മദിനം. ചോദ്യം 30. അയ്യങ്കാളി സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം, വെങ്ങാനൂർ. ചോദ്യം 31. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച പുലയൽഹള എന്ന വാക്ക് ഏത് കൃതിയിലാണ് പരാമർശിച്ചിരിക്കുന്നത്? ഉത്തരം അക്കാലത്തെ തിരുവിതാംകൂർ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ. ചോദ്യം 32. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയ്ക്ക് പിന്തുണ നൽകിയ പ്രശസ്തമായ പ്രസ്ഥാനം ഏത്? ഉത്തരം സാധുജന പരിപാലന സംഘം. ചോദ്യം 33. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം ഏതാണ്? ഉത്തരം വേലപ്പണി സമരം, കർഷകത്തൊഴിലാളി സമരം. ചോദ്യം 34. വില്ലുവണ്ടി സമരത്തിന്റെ പേരിൽ അയ്യങ്കാളിയുടെ വണ്ടി തടഞ്ഞത് ആരാണ്? ഉത്തരം സവർണ ജന്മിമാർ. ചോദ്യം 35. പെരിനാട് ലഹളയുടെ ഫലമായി നടന്ന വിപ്ലവകരമായ മാറ്റം എന്താണ്? ഉത്തരം അധസ്ഥിത വർഗത്തിലെ സ്ത്രീകൾ കല്ലുമാല ഉപേക്ഷിച്ച് മാന്യമായ വസ്ത്രം ധരിക്കാൻ തുടങ്ങി. ചോദ്യം 36. അയ്യങ്കാളിയെ ആദരിക്കുന്നതിനായി കേരള സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം നൽകുന്ന വകുപ്പ് ഏതാണ്? ഉത്തരം പട്ടികജാതി വികസന വകുപ്പ്. ചോദ്യം 37. ശ്രീമൂലം പ്രജാസഭയിൽ പ്രസംഗിച്ചപ്പോൾ അയ്യങ്കാളിക്ക് നേരിടേണ്ടി വന്ന പ്രധാന തടസ്സം എന്തായിരുന്നു? ഉത്തരം ജാതി അധിഷ്ഠിതമായ വിവേചനം. ചോദ്യം 38. അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിനായി വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച വിദ്യാലയം ഏത്?
ഉത്തരം അയ്യങ്കാളി സ്കൂൾ. ചോദ്യം 39. അയ്യങ്കാളിയുടെ മരുമകനായ പ്രശസ്തനായ വ്യക്തി ആര്? ഉത്തരം പി കെ ചാത്തൻ മാസ്റ്റർ, മുൻ മന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും. ചോദ്യം 40. അയ്യങ്കാളിയുടെ ജന്മദിനം പൊതു അവധിയായി പ്രഖ്യാപിച്ചതാര്? ഉത്തരം കേരള സർക്കാർ. ചോദ്യം 41. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര നടന്ന വർഷം ഏത്? ഉത്തരം 1893. ചോദ്യം 42. സാധുജന പരിപാലന സംഘം രജിസ്റ്റർ ചെയ്ത വർഷം ഏത്? ഉത്തരം 1913. ചോദ്യം 43. പെരിനാട് ലഹളയുടെ സമയത്ത് അയ്യങ്കാളിയെ സഹായിച്ച പ്രധാന സാമൂഹിക പ്രവർത്തകൻ ആര്? ഉത്തരം ചിത്തിര തിരുനാൾ. മഹാരാജാവിന്റെ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നു. ചോദ്യം 44. അയ്യങ്കാളിക്ക് വില്ലുവണ്ടി യാത്രയ്ക്കിടയിൽ എവിടെ വെച്ചാണ് മർദ്ദനമേറ്റത്? ഉത്തരം മണക്കാട്, തിരുവനന്തപുരം. ചോദ്യം 45. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ശേഷം അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അയ്യങ്കാളി മുന്നോട്ടുവെച്ച ആവശ്യം എന്തായിരുന്നു? ഉത്തരം സർക്കാർ സ്കൂളുകളിൽ അധസ്ഥിതർക്ക് പ്രവേശനം നൽകുക. ചോദ്യം 46. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ പ്രശസ്തനായ ചരിത്രകാരൻ ആര്? ഉത്തരം പി ഭാസ്കരനുണ്ണി. ചോദ്യം 47. പുലയരാജാവ് എന്ന പേരിൽ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചുകൊണ്ട് ഗാന്ധിജി ഏത് പത്രത്തിലാണ് ലേഖനം എഴുതിയത്? ഉത്തരം ഹരിജൻ. ചോദ്യം 48. വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മാരകം ഉദ്ഘാടനം ചെയ്തത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു, 1958. ചോദ്യം 49. അയ്യങ്കാളിയുടെ ജീവിതത്തിലെ ഏത് സംഭവമാണ് കേരളത്തിലെ ആദ്യത്തെ ദളിത് മുന്നേറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ഉത്തരം വില്ലുവണ്ടി സമരം. ചോദ്യം 50. അധസ്ഥിതർക്ക് മാന്യമായ വസ്ത്രം ധരിക്കാൻ അവകാശം നൽകുന്നതിനായി അയ്യങ്കാളി നടത്തിയ സമരത്തിന്റെ പേരെന്ത്? ഉത്തരം കല്ലുമാല സമരം. ചോദ്യം 51. അയ്യങ്കാളിയെ നവോത്ഥാനത്തിന്റെ ധീരനായ പോരാളി എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം സി കേശവൻ. ചോദ്യം 52. സാധുജന പരിപാലന സംഘത്തിന്റെ രൂപീകരണത്തിന് അയ്യങ്കാളിക്ക് പ്രചോദനമായത് ഏത് സംഘടനയാണ്? ഉത്തരം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആകിയവ. ചോദ്യം 53. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയിൽ അദ്ദേഹത്തെ അകമ്പടി സേവിച്ച പ്രധാന അണിയായി ആര്? ഉത്തരം അയ്യത്താൻ ഗോപാലൻ. ചോദ്യം 54. അധസ്ഥിതരുടെ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നടത്തിയ സ്കൂൾ പ്രവേശന സമരം വിജയിച്ച വർഷം? ഉത്തരം 1904. ചോദ്യം 55. തിരുവനന്തപുരത്ത് അയ്യങ്കാളിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത വർഷം ഏത്? ഉത്തരം 1980 ഏപ്രിൽ 16. ചോദ്യം 56. സാധുജന പരിപരിപാലിനി എന്ന മാസികയുടെ ആദ്യ ലക്കം പ്രസിദ്ധീകരിച്ച വർഷം? ഉത്തരം 1913. സുഹൃത്തുക്കളെ, ചട്ടമ്പിസ്വാമികളെക്കുറിച്ചുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ പുതിയ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ചോദ്യം 57. വില്ലുവണ്ടി സമരത്തിന്റെ പേരിൽ സവർണർ നടത്തിയ ആക്രമണത്തിൽ അയ്യങ്കാളി പരിക്കേറ്റുവെങ്കിലും അദ്ദേഹം അത് തുടർന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം ദളിതരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ. ചോദ്യം 58. കേരളത്തിലെ കർഷകത്തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്ന് അയ്യങ്കാളിയെ വിളിക്കാമോ? ഉത്തരം അതെ, ആദ്യത്തെ കർഷകത്തൊഴിലാളി സമരം നയിച്ച വ്യക്തി എന്ന നിലയിൽ അങ്ങനെ വിശേഷിപ്പിക്കാറുണ്ട്. ചോദ്യം 59. അയ്യങ്കാളി അവാർഡ് ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ഉത്തരം കെ ആർ നാരായണൻ, പ്രത്യേക പുരസ്കാരം. ചോദ്യം 60. അയ്യങ്കാളിയുടെ സ്മരണാർത്ഥം തിരുവനന്തപുരത്തെ ടൗൺ ഹാൾ പുനർനാമകരണം ചെയ്തത് എന്ത് പേരിലാണ്? ഉത്തരം അയ്യങ്കാളി ഹാൾ. ചോദ്യം 61. അയ്യങ്കാളിക്ക് പുലയരാജാവ് എന്ന പേര് നൽകിയ ശേഷം ഗാന്ധിജി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാന കാര്യം എന്താണ്? ഉത്തരം അയ്യങ്കാളിക്ക് ലഭിക്കേണ്ട അംഗീകാരം ഞാൻ നൽകുന്നു എന്ന് ഗാന്ധിജി പ്രസ്താവിച്ചു. ചോദ്യം 62. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്രയിൽ അദ്ദേഹം ഉപയോഗിച്ച കാളകളുടെ നിറം എന്തായിരുന്നു? ഉത്തരം വെള്ള നിറം, വെള്ളക്കാളകൾ. ചോദ്യം 63. സാധുജന പരിപാലന സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്കായി അയ്യങ്കാളി ആദ്യം ഉപയോഗിച്ച മാധ്യമം എന്തായിരുന്നു? ഉത്തരം നാടൻ പാട്ടുകളും തെരുവു നാടകങ്ങളും. ചോദ്യം 64. ശ്രീമൂലം പ്രജാസഭയിൽ തൊട്ടുകൂടായ്മയ്ക്കെതിരെ അയ്യങ്കാളി ശക്തമായി സംസാരിച്ച വർഷം? ഉത്തരം 1913. ചോദ്യം 65. വെങ്ങാനൂരിൽ അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂളിൽ ആദ്യമായി പ്രവേശനം നേടിയത് ആര്? ഉത്തരം ഒരു ദളിത് പെൺകുട്ടി. അയ്യങ്കാളി സ്വന്തം മകൾക്ക് മുമ്പേ ഈ പെൺകുട്ടിക്കാണ് പ്രവേശനം നൽകിയത്. ചോദ്യം 66. കല്ലുമാല സമരം നടക്കുന്ന സമയത്ത് പെരിനാട് പ്രദേശത്തെ അധികാരികൾ ആരായിരുന്നു? ഉത്തരം ജന്മിമാർ. ചോദ്യം 67. അയ്യങ്കാളിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി നിർമ്മിച്ച പ്രമുഖ സംവിധായകൻ ആര്? ഉത്തരം കെ പി കുമാരൻ. ചോദ്യം 68. അയ്യങ്കാളി ജനിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഉത്തരം ആയില്യം തിരുനാൾ രാമവർമ്മ. ചോദ്യം 69. അധസ്ഥിതരുടെ വിദ്യാഭ്യാസ അവകാശത്തിനായി അയ്യങ്കാളി നടത്തിയ സമരങ്ങളിൽ ഏറ്റവും വലിയ വിജയമായി കരുതപ്പെടുന്നത് ഏത് വർഷത്തെ ഉത്തരവാണ്? ഉത്തരം 1907 സർക്കാർ വിജ്ഞാപനം അധസ്ഥിതർക്ക് സ്കൂളുകളിൽ പ്രവേശനം അനുവദിച്ചു. ചോദ്യം 70. അയ്യങ്കാളിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എവിടെയാണ് സംസ്കരിച്ചത്? ഉത്തരം വെങ്ങാനൂരിൽ. ചോദ്യം 71. അയ്യങ്കാളിക്ക് വില്ലുവണ്ടി യാത്രയ്ക്കിടെ അക്രമം നേരിടേണ്ടി വന്ന ബാലരാമപുരത്ത് എന്ത് സംഭവമാണ് നടന്നത്? ഉത്തരം സവർണർ വില്ലുവണ്ടി തടഞ്ഞ് അക്രമം അഴിച്ചുവിട്ടു. ചോദ്യം 72. സാധുജന പരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിൽ എത്രത്തോളം ശാഖകൾ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്നു? ഉത്തരം തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലായി നൂറുകണക്കിന് ശാഖകൾ. ചോദ്യം 73. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ സാമൂഹിക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ചരിത്രകാരനായ പി
ഭാസ്കരൻ ഉണ്ണി. ചോദ്യം 74. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിക്ക് ലഭിച്ച പ്രധാന പരിഗണന എന്തായിരുന്നു? ഉത്തരം: അധസ്ഥിതരുടെ പ്രതിനിധിയായി സംസാരിക്കാനുള്ള അവസരം. ചോദ്യം 75. കല്ലുമാല സമരം വഴി അയ്യങ്കാളി ഉയർത്തിപ്പിടിച്ച പ്രധാന ആശയം എന്തായിരുന്നു? ഉത്തരം: സ്ത്രീകളുടെ ആത്മാഭിമാനവും സ്വാതന്ത്ര്യവും. ചോദ്യം 76. അയ്യങ്കാളിയുടെ മരണസമയത്ത് അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടായിരുന്നു? ഉത്തരം: 78 വയസ്സ്. ചോദ്യം 77. അയ്യങ്കാളി സ്കൂളിന്റെ പ്രവർത്തനം വെങ്ങാനൂരിൽ ആരംഭിക്കാൻ അദ്ദേഹം ആരുടെയൊക്കെ സഹായം തേടിയിരുന്നു? ഉത്തരം: പ്രാദേശികമായി ഉണർവുണ്ടായിരുന്ന സാമൂഹിക പ്രവർത്തകരുടെ സഹായം. ചോദ്യം 78. വില്ലുവണ്ടി യാത്രയ്ക്ക് അയ്യങ്കാളി തിരഞ്ഞെടുത്ത റൂട്ട് ഏത് ഭാഗത്തായിരുന്നു? ഉത്തരം: തിരുവനന്തപുരം മുതൽ ബാലരാമപുരം വരെ. ചോദ്യം 79. അയ്യങ്കാളിയുടെ പിതാവിന്റെ പേരെന്ത്? ഉത്തരം: അയ്യൻ. ചോദ്യം 80. അയ്യങ്കാളിയുടെ മാതാവിന്റെ പേരെന്ത്? ഉത്തരം: മാല. ചോദ്യം 81. അയ്യങ്കാളിക്ക് വില്ലുവണ്ടി യാത്ര നടത്താൻ പ്രചോദനമായ പ്രധാന സംഭവം എന്ത്? ഉത്തരം: ദളിത് വിഭാഗങ്ങൾക്ക് പൊതുവഴിയിൽ നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടത്. ചോദ്യം 82. സാധുജന പരിപാലന സംഘം രൂപീകരിക്കാൻ അയ്യങ്കാളിക്ക് ലഭിച്ച പ്രധാന പിന്തുണ എവിടെ നിന്നായിരുന്നു? ഉത്തരം: വെങ്ങാനൂരിലെ അധസ്ഥിത ജനവിഭാഗങ്ങളിൽ നിന്ന്. ചോദ്യം 83. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നപ്പോൾ അവിടെ അദ്ദേഹം എന്തിനെയെല്ലാം എതിർത്തു? ഉത്തരം: ജാതി വിവേചനം, തൊട്ടുകൂടായ്മ, വിദ്യാഭ്യാസ നിഷേധം എന്നിവയെ. ചോദ്യം 84. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ച ശേഷം പ്രമുഖ ചരിത്രകാരന്മാർ അദ്ദേഹത്തെ എന്ത് പേരിലാണ് വിളിച്ചത്? ഉത്തരം: തറവാടുത്തമുള്ള വിപ്ലവകാരി. ചോദ്യം 85. വെങ്ങാനൂർ സ്കൂളിൽ അധ്യാപകനായി അയ്യങ്കാളി നിയമിച്ച വ്യക്തിയാര്? ഉത്തരം: പെരുമ്പഴത്തൂർ വിലാകം കൃഷ്ണൻ വൈദ്യൻ, ചില രേഖകളിൽ സൂചിപ്പിക്കുന്നത്. ചോദ്യം 86. കല്ലുമാല സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾക്ക് അയ്യങ്കാളി നൽകിയ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു? ഉത്തരം: അടിമത്തത്തിന്റെ അടയാളമായ കല്ലുമാലകൾ ഉപേക്ഷിച്ച് മാന്യമായ വസ്ത്രം ധരിക്കുക. ചോദ്യം 87. അയ്യങ്കാളി ഏത് വർഷമാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് ആദ്യമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത്? ഉത്തരം: 1913. ചോദ്യം 88. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി യാത്ര നടന്ന പാത ഇപ്പോൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം: അയ്യങ്കാളി റോഡ്, തിരുവനന്തപുരം മുതൽ ബാലരാമപുരം വരെ. ചോദ്യം 89. അയ്യങ്കാളിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി കണക്കാക്കുന്നത് ഏത്? ഉത്തരം: അധസ്ഥിത ജനതയുടെ ആത്മവീര്യം വീണ്ടെടുക്കാൻ സാധിച്ചത്. ചോദ്യം 90. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന വേലപ്പണി സമരത്തിന്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു? ഉത്തരം: കൂലി വർധനവും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങളും. ചോദ്യം 91. അയ്യങ്കാളിയുടെ പൂർണ്ണകായ പ്രതിമ തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത വർഷം? ഉത്തരം: 1980. ചോദ്യം 92. അയ്യങ്കാളിയെ ശ്രീമൂലം പ്രജാസഭയിൽ നാമനിർദ്ദേശം ചെയ്തത് ആരാണ്? ഉത്തരം: തിരുവിതാംകൂർ ഭരണകൂടം. ചോദ്യം 93. സാധുജന പരിപരിപാലിനി എന്ന മാസികയുടെ മുഖ്യ ലക്ഷ്യം എന്തായിരുന്നു? ഉത്തരം: അധസ്ഥിതരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും. ചോദ്യം 94. പെരിനാട് ലഹളയുടെ മറ്റൊരു പേര് എന്താണ്? ഉത്തരം: കല്ലുമാല ലഹള. ചോദ്യം 95. അധസ്ഥിത വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന അയ്യങ്കാളിയുടെ ആശയങ്ങളെ നയിച്ചത് ഏത് തത്വമാണ്? ഉത്തരം: അക്ഷരവും അറിവുമാണ് ശക്തി എന്ന തത്വം. ചോദ്യം 96. അയ്യങ്കാളിക്ക് വില്ലുവണ്ടി യാത്രയിൽ സഹായിയായിരുന്ന സഹപ്രവർത്തകന്റെ പേരെന്ത്? ഉത്തരം: അയ്യത്താൻ ഗോപാലൻ. ചോദ്യം 97. അയ്യങ്കാളിയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം വെങ്ങാനൂരിൽ നിർമ്മിച്ച പ്രധാന സ്മാരകം ഏതാണ്? ഉത്തരം: അയ്യങ്കാളി സ്മാരക മന്ദിരം. ചോദ്യം 98. തിരുവിതാംകൂറിലെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ അയ്യങ്കാളി നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റം ഏതാണ്? ഉത്തരം: കല്ലുമാല സമരം. ചോദ്യം 99. അയ്യങ്കാളിയുടെ ജീവിതം ആസ്പദമാക്കി പി.കെ. ചാത്തൻ മാസ്റ്റർ രചിച്ച പുസ്തകത്തിന്റെ പേര്? ഉത്തരം: മഹാത്മാ അയ്യങ്കാളി. ചോദ്യം 100. അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ഒരു ഘടകം ഏത്? ഉത്തരം: ശ്രീനാരായണ ഗുരുവിന്റെ നവോത്ഥാന ആശയങ്ങൾ. ചോദ്യം 101. ശ്രീമൂലം പ്രജാസഭയിൽ ദളിത് പ്രതിനിധികളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ആര്? ഉത്തരം: അയ്യങ്കാളി. ചോദ്യം 102. കേരളത്തിലെ ദളിത് മുന്നേറ്റങ്ങളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം: അയ്യങ്കാളി. ചോദ്യം 103. വില്ലുവണ്ടി സമരത്തിന്റെ പേരിൽ അക്രമം നടത്തിയവർക്കെതിരെ അയ്യങ്കാളി സ്വീകരിച്ച നിലപാട് എന്തായിരുന്നു? ഉത്തരം: അഹിംസയിലൂന്നിയ എന്നാൽ ഉറച്ച നിലപാട്. ചോദ്യം 104. അയ്യങ്കാളിയുടെ ജന്മദിനം ഔദ്യോഗികമായി ആഘോഷിക്കാൻ തുടങ്ങിയത് ഏത് സർക്കാരാണ്? ഉത്തരം: കേരള സർക്കാർ. ചോദ്യം 105. അയ്യങ്കാളിയുടെ സ്മരണയ്ക്കായി തിരുവനന്തപുരത്ത് പ്രതിമ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയ പ്രമുഖ വ്യക്തിയാര്? ഉത്തരം: അന്നത്തെ ഭരണാധികാരികളും അയ്യങ്കാളി സ്മാരക സമിതിയും. സുഹൃത്തുക്കളെ, ഈ ചോദ്യങ്ങളെല്ലാം PSC പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കാറുള്ളവയാണ്. നിങ്ങളുടെ പഠനത്തിന് ഈ വീഡിയോ ഉപകരിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഇത്തരം വീഡിയോകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകി സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു നവോത്ഥാന നായകനുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.